അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവിടുത്തെ വഴിയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നു. ഹിറ, മക്കയിൽ നിന്നുള്ള കുറച്ചകലെയുള്ള ഒരു ഗുഹയാണ് ഹിറ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏകാന്തമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പലപ്പോഴായി പോകുന്ന ഒരു സ്ഥലം. അങ്ങനെ ഇരിക്കെ ഒരു രാത്രി മനുഷ്യ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചൊരു രാത്രി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള വഹി വരികയാണ്. വഹി എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ഇലാഹിയായ സന്ദേശം കൊടുക്കും. അതിനാണ് ഈ വഹി എന്ന് പറയുന്നത്. ആ വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ആ രാത്രി എത്തുകയാണ്. അത് കൊണ്ടുവരുന്നത് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആ മഹത്തായ നിമിഷത്തിലേക്ക് വഹയുമായി വരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് മലക്ക് പറയുന്നു, ഇഖ്റ, നിങ്ങൾ വായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ നബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല. വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നു, ഇഖ്റ, നിങ്ങൾ വായിക്ക്. അപ്പോഴും നബി തങ്ങൾ അതേ മറുപടി തന്നെ പറഞ്ഞു. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്, എന്നിട്ട് വിടുകയും ചെയ്യുന്നുണ്ട്. ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം വായിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വഹി മുഖാന്തരം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്ന ആയത്ത് ഓതുകയാണ്. ഇസ്ലാമിലെ ആദ്യ വഹീൻ്റെ തുടക്കമാണിത്. വളരെയേറെ അത്ഭുതകരമായ ഒരു രംഗം. അവിടെ ഇഖ്റ എന്നാണ് പറഞ്ഞത്, അല്ലാതെ നീ സമ്പാദിക്ക്, നീ അധികാരം നേടിയെടുക്ക്, നീ വലിയ രാജാവായി മാറ് എന്നൊന്നല്ല പറഞ്ഞത്. പിന്നെയോ ഇഖ്റ, നിങ്ങൾ വായിക്ക് എന്നാണ് പറയുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്ക്. ഇവിടെയാണ് ഈ വചനത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അറിവ് വേണം, പക്ഷേ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, റബ്ബിൻ്റെ നാമത്തിൽ, നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ. ആ ഒരു ഇൽമാണ് നിനക്ക് വേണ്ടത്, അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു ഇൽമല്ല വേണ്ടത്. അതാണ് പ്രത്യേകമായിട്ട് ഇവിടെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ലോകത്ത് നമുക്ക് അറിവ് നേടാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഫോണുണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്, പുസ്തകങ്ങളുണ്ട്, വീഡിയോകളുണ്ട്. പക്ഷേ ഈ ആദ്യത്തെ വഹി നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മൾ എങ്ങനെ അറിവ് നേടിയെടുത്തു കഴിഞ്ഞാലും ആ അറിവ് നമ്മെ അള്ളാഹുവിൻ്റെ അരികിലേക്കാണോ എത്തിക്കുന്നത്, അതല്ല അള്ളാഹുവിൽ നിന്ന് അകറ്റുകയാണോ ചെയ്യുന്നത് എന്നൊരു ചോദ്യം എപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇഖ്റ, നീ വായിക്കുക, പഠിക്കുക, ചിന്തിക്കുക, മനസ്സിലാക്കുക. ബിസ്മി റബ്ബിക്, നിന്റെ റബ്ബിൻ്റെ പേരുകൊണ്ട്, നിന്റെ രക്ഷിതാവിൻ്റെ പേരുകൊണ്ട്. ഇസ്ലാമിലെ ആദ്യത്തെ വഹി. അങ്ങനെ ഈ ഒരു മഹത്തായ സംഭവത്തിന് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറയിൽ നിന്ന് വീട്ടിലേക്ക് വരികയാണ്. അവിടുന്ന് വല്ലാതെ ഭയപ്പെട്ടിട്ടുണ്ട്. ജമ്മിലൂനി ജമ്മിലൂനി, എന്നെ പുതപ്പിട്ട് മൂടൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആശ്വാസം പകരുകയാണ്. നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട, നിങ്ങളുടെ റബ്ബ് നിങ്ങളെ അപമാനിക്കുകയില്ല. നിങ്ങൾ ദുർബലരെ പരിഗണിക്കുന്നവരല്ലേ, ദരിദ്രരെ സഹായിക്കുന്നവരല്ലേ, അതിഥികളെ ആദരിക്കുന്നവരല്ലേ, പ്രയാസങ്ങളിൽ മറ്റുള്ളവരെ നിങ്ങൾ സഹായിക്കുന്നവരല്ലേ. അങ്ങനെ പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദീജ ബീവി ആശ്വസിപ്പിക്കുകയാണ്. അതിലൂടെ ഖദീജ ബീവി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ പിന്തുണ കൊടുക്കുകയാണ് അവിടെ. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആദ്യ വഹി ലഭിച്ചു, ഒരു പുതിയ ദൗത്യം ആരംഭിച്ചു. ഇനി ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആരാണ് ഈ സന്ദേശം ലോകത്തേക്ക് അറിയിച്ചു കൊടുക്കുക? എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദൗത്യം ആരംഭിച്ചത്? ആദ്യമായി ആരെയാണ് അവിടുന്ന് ക്ഷണിച്ചത്? ആദ്യമായി ആരാണ് ഈ സന്ദേശം സ്വീകരിച്ചത്? ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആ ചരിത്രത്തിലേക്ക് കടക്കാം. അവിടുത്തെ വഴിയിൽ നമ്മുടെ അടുത്ത ചുവട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഅവത്തിൻ്റെ ആദ്യ ചുവടിലേക്കാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.